ടോക്സിക്കിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം നെഗറ്റീവായിട്ട് ഈ വീഡിയോ മാറുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ കാര്യം? ഫ്ലാഷ് ബാക്ക്. ഇപ്പോൾ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba is a movie that I unfortunately watched. Certain dialogues which were not only derogatory but most saddening to a woman in a scene. ഇതിനകത്ത് യാഷ് ഒരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഒരു കാറിനുള്ളിൽ ഏർപ്പെടുന്നതും ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളായിട്ട് മാറുകയും ചെയ്തത്. ഗീതു മോഹൻദാസിന്റെ സിനിമയിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രത്യേകിച്ച് WCC സമയത്ത് പ്രത്യേകിച്ച് കസബ പോലൊരു സിനിമയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും എഗെയിൻസ്റ്റുമായിട്ട് നിന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഗീതു മോഹൻദാസ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നിനക്ക് എത്ര തന്തയുണ്ടാ? ഞാൻ പറയുന്നത് ഇപ്പൊ കസബയില് ഈ കുത്തിന് പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ, എത്തിക്കണ്ടപ്പാ. അല്ലാണ്ട് മമ്മൂക്ക ചെയ്യുമ്പോഴല്ല നമുക്ക് പ്രശ്നം, നമുക്ക് ഹീറോ. ഞാൻ ഒറ്റ തൊഴിൽ വെച്ച് തരും. അമ്മയും പറമ്പിച്ചെന്ന് കിടക്കും. മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നും. സ്ത്രീകൾ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് WCCയുടെ വാദം. എന്നാൽ ഇന്ന് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ, WCCയുടെ അംഗമായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ സ്ത്രീകളെ ഒരു ഉപയോഗമായി മാത്രം കാണുന്നു, സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണല്ലോ അച്ഛൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിഷമമുണ്ട്, സഹതാപമുണ്ട്. സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തൻ്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തൻ്റെ നിലപാടെല്ലാം കീഴ്മേലായിട്ട് മറിച്ച് ഇതേ രീതിയിൽ തന്നെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു സെക്ഷൽ ഉപയോഗമായിട്ടൊരു സ്ത്രീയെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയരുന്നത്. ഇത് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇത്രയധികം ബാധിച്ചുകൊണ്ടിരുന്ന WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം, ഔചിത്യം, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും